friends, welcome back to Zyme Learning. Welcome back to our English class. So, മക്കളെ നമ്മുടെ first chapter names and names എന്ന് പറഞ്ഞ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ question answers ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Today we are going to do one activity from the chapter. നമ്മുടെ പാഠത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് questions ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ എക്സാമിനെ സംബന്ധിച്ച് നമ്മുടെ എക്സാമിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഒരു കൺവേഴ്സേഷൻ, ഒരു സംഭാഷണം. അപ്പൊ എല്ലാ പാഠത്തു നിന്നും നമ്മൾ എന്ത് വേണം, ഈ പറയുന്ന ചോദ്യം പ്രതീക്ഷിച്ച് പോകണം. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഏത് ചാപ്റ്ററിൽ നിന്നും എന്താണ്, ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതിൽ നിന്നും എല്ലാ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൽ ഒട്ടും ടെൻഷൻ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ആക്ച്വലി ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഇതിലൊരു സംഭാഷണമാണ്, ഒരു കോൺവെർസേഷൻ ആണ്. ഓക്കെ, വി ഹാവ് എ ക്വസ്റ്റ്യൻ. നമുക്കറിയാം നമ്മുടെ പാഠം എന്തിനെ കുറിച്ചാണ്. പല ഭാഗത്തു നിന്നും അല്ലെ, എന്താണ് ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള കൊച്ചുകുട്ടികളെ, കൊച്ചുകുട്ടികൾ അവരെല്ലാവരും ഒരു ക്ലാസ്സിൽ ഒത്തുചേരുന്നു. അവിടെ അവർ പഠിക്കുന്നു അല്ലെ, അവരെന്താണ് എല്ലാവരും എൻജോയ് ചെയ്യുന്നു, വിശേഷങ്ങളൊക്കെ കൈമാറുന്നു, സ്വന്തം നാടിനെ കുറിച്ചല്ലേ. അപ്പൊ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. Here we have a question. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. You wish to hang out with your friend this weekend. ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാൻ പോകണം. ഓക്കെ, you want to go for a hangout. How will you plan for it? Sit in pairs and create a chat. നിങ്ങൾ അത് എങ്ങനെ പ്ലാൻ ചെയ്യും? You just create a chat. നിങ്ങൾ എന്ത് ചെയ്യണം, ഉടനെ ടെക്സ്റ്റ് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, ഉടനെ ചാറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഇവിടെ നമുക്കൊരു ബിഗിനിങ് തന്നിട്ടുണ്ട്. ഹിയർ വി ഹാവ് ബിഗിനിങ് അല്ലേ, ഒരു ഉത്തരത്തിന്റെ ഒരു തുടക്കം ഇവിടെ തന്നിട്ടുണ്ട്. ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? ഹേ ഗേൾ, വാട്ട് ഈസ് യുവർ പ്ലാൻ? അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ ചോദിച്ചത് എന്താണ്, ഹായ് വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? ഈ ഒരു വീക്കെൻഡിൽ നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ വീക്കെൻഡിൽ എന്താണ് നിന്റെ പരിപാടി, എന്താണ് നിന്റെ പ്ലാൻ? അപ്പൊ ഫ്രണ്ട് എന്ത് പറയും, ഐ ആം നോട്ട് ഷുവർ യെറ്റ്. ഡു യു വാണ്ട് ടു ഗോ ഹാങ് ഔട്ട്? ഐ ആം നോട്ട് ഷുവർ യെറ്റ്. എനിക്ക് എന്താണ് വലിയ ഉറപ്പൊന്നുമില്ല. നിനക്ക് എന്താ പുറത്ത് കറങ്ങാൻ പോകണമെന്ന് താല്പര്യം? ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? നിനക്ക് പുറത്ത് പോണോ, നിനക്ക് കറങ്ങാൻ പോണോ, ഔട്ടിങ്ങിന് പോണോ? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. Here rest of the answer that we have to do. ഇതിൽ ബാക്കി നമ്മൾ എങ്ങനെ കൊടുക്കും? നിങ്ങളും ഞാനും ഇനി ഇതിന്റെ ബാക്കി എങ്ങനെയാ കൊടുക്കാൻ പോകുന്നത്? Let's see. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, what are you doing this weekend എന്ന് ചോദിച്ചു. ഐ ആം നോട്ട് ഷുവർ യെറ്റ്. എനിക്ക് ഇതുവരെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? നിനക്ക് കറങ്ങാൻ പോകണമെന്നുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ തന്നു. അപ്പൊ നമ്മൾ എന്ത് പറയും? യെസ്, ഐ വാണ്ട് ടു ഹാങ് ഔട്ട്. എനിക്ക് എന്ത് വേണം, കറങ്ങാൻ പോകണം. ഐ വാണ്ട് ടു ഹാങ് ഔട്ട്. എനിക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകണം. ക്യാൻ യു ജോയിൻ വിത്ത് മീ? ക്യാൻ യു ജോയിൻ വിത്ത് മീ പ്ലീസ്? നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ? ക്യാൻ യു പ്ലീസ് ജോയിൻ വിത്ത് മീ? അപ്പൊ ഫ്രണ്ട് എന്ത് പറയും? വേർ ക്യാൻ വി ഗോ? നമ്മൾ ഇവിടെ പോകും. എവിടെ പോകും? നമ്മൾ ബീച്ചിൽ പോകണോ, പാർക്കിൽ പോകണോ, നമ്മൾ ഫോക്കസ് മോൾ പോകണോ, നമ്മൾ എന്താണ് കറങ്ങാൻ പോകണോ, നമ്മൾ സിനിമയ്ക്ക് പോകണോ? വേർ ക്യാൻ വി ഗോ? നമ്മൾ എവിടെ പോകും എന്ന് സെയിം അല്ലയാ, നമ്മൾ എവിടെ പോകും? നൗ അപ്പൊ നമ്മൾ എന്ത് പറയും? വി ക്യാൻ ഗോ ആൻഡ് മീറ്റ് അവർ ന്യൂ ക്ലാസ്മേറ്റ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ക്ലാസ്സിൽ പുതിയ കൊച്ചു വന്നിട്ടില്ലേ, അവളുടെ വീട്ടിൽ പോയാലും നമുക്ക് അവളെ കാണാൻ പോകാം. ഷീ വിൽ ബി ഹാപ്പി. നമ്മൾ പോയാൽ അവൾ എന്തായിരിക്കും ഹാപ്പി ആയിരിക്കും. വി ക്യാൻ ടെൽ ഹർ അബൌട്ട് അവർ സ്കൂൾ. നമുക്ക് അവൾക്ക് നമ്മുടെ സ്കൂളിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാലോ. അവർ ക്ലാസ്സസ്, നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം, നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം, നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം, നമ്മുടെ ലൈബ്രറിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം, നമ്മുടെ കഫ്റ്റീരിയയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. എപ്പോഴാണ് കഫ്റ്റീരിയയിൽ ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, നല്ല കോഫി, നല്ല സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ആൻഡ് ഫ്രണ്ട്സ്, അത് മാത്രമല്ല നമുക്ക് നമ്മുടെ കൂട്ടുകാരെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാം? വി കൻ ഷെയർ ടു ഹർ അല്ലേ, വി കൻ ഷെയർ വിത്ത് ഹർ. നമുക്ക് അവളെ കൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഫ്രണ്ട് പറയാണ്, ഓ what a brilliant idea. That's a good idea. അടിപൊളി. That's a good idea. അത് നല്ലൊരു ഐഡിയ ആണ്. We can do that. നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാം. നമുക്ക് അത് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പരിപാടി എടുക്കാം. നമുക്ക് we can meet her. We can go to her. We can go to her home. നമുക്ക് അവളെ വീട്ടിൽ പോകാം. We can play from there. അല്ലെ, നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോ ഗെയിം കളിക്കാം, നമുക്ക് യൂനോ കാർഡ് കളിക്കാം. We can play from there. നമുക്ക് അവിടെ നിന്നും കളിക്കാം. Oh yes, let me inform her that we will come. ഞാൻ അവളോടൊന്ന് പറയട്ടെ, നമ്മൾ തീർച്ചയായിട്ടും എന്താണ് വീക്കെൻഡിൽ ഞാനും നീയും വരുമെന്നുള്ളത്. Let me inform her. ഞാൻ അവളോട് പറയട്ടെ. Oh yes, യെസ് യു ക്യാരി ഓൺ. നീ പറ, ഇത്ര പറയാ മതി.
വെരി സിമ്പിൾ. നമ്മൾ ഇത്രയും എഴുതിയ നമ്മുടെ ഉത്തരം ശരിയായി. ഓക്കെ, ബിക്കോസ് നമ്മൾ എന്തായാലും നമ്മുടെ ഒരു ചാപ്റ്ററിൽ നമ്മൾ നമ്മൾ കോണ്ടന്റ് എന്ത് ഇതിലേക്ക് നമ്മൾ എന്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തു, നമ്മളൊന്ന് മിക്സ് ചെയ്ത് വലിച്ചെടുത്തു. ഏകദേശം അല്ലെ, നമ്മൾ പുതിയൊരു കുട്ടിയോട് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ അവിടെ നമ്മൾ സ്കൂളിനെ കുറിച്ച് പറയും, നമ്മളെ കൂട്ടുകാരികളെ കുറിച്ച് പറയും, നമ്മൾ സ്കൂളിലെ സിസ്റ്റംസിനെ കുറിച്ച് പറയും, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഏകദേശം നമ്മളെ പാഠത്തിൽ ആ ഒരു ഇത്തിരി കോണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. എന്നാലും ഭയങ്കര രസകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താ, നിങ്ങളൊരു ഐഡിയ ഒക്കെ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങൾ എഴുതിയേ. അപ്പൊ ഇത്രയും പോയിന്റ്സ് എഴുതിയാൽ നിങ്ങളുടെ ഉത്തരം എന്താണ്? സെറ്റ് ആണ്. അപ്പൊ വീണ്ടും ഞാൻ പറയുന്നു, നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറയുന്ന പാഠമാണ് ഇപ്പൊ നമ്മൾ സോഫാർ നമ്മൾ പഠിച്ചത്. ആ ഒരു പാഠത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ്, ആഫ്റ്റർ ഓൾ ദ തീം നമ്മൾ ആ പാഠത്തിൽ പഠിച്ചത് എന്താ, വി ഓൾ ആർ വൺ അല്ലെ, നമ്മൾ എല്ലാവരും ഒന്ന് എന്നുള്ളൊരു എന്താണ് കാര്യമാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ പഠിച്ചത്. ഓക്കെ, നമ്മളെല്ലാവരും ഒന്നാണ്. ജസ്റ്റ് നമ്മുടെ സ്കിന്നിന്റെ കളറ് അല്ലെങ്കിൽ നമ്മുടെ പേരും നമ്മുടെ ഹെയറിന്റെ കളറും മാത്രമേ എന്തുള്ളൂ വ്യത്യാസമുള്ളൂ. വി ഓൾ ആർ വൺ, ബേസിക്കലി വി ഓൾ ആർ വൺ. ദിസ് ഈസ് വാട്ട് വി ലേൺ അല്ലെ, നമ്മൾ പഠിച്ചത് അതാണ്. അപ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കണം, വി ഓൾ ആർ വൺ അല്ലെ, നമുക്ക് ഒരൊറ്റ ലോകമേ ഉള്ളൂ, നമ്മൾ എല്ലാവരും എന്താണ്, ഒന്നാണ്. So I wish you all the very best. In our next class, in our next video, we will be doing a new content, a new activity, a new important question for you people. Okay, thank you so much.